ബംഗാളി സ്റ്റൈലിലെ ഡക്ക് എഗ് റോസ്റ്റ്. ഈ താറാമുട്ടയൊന്ന് പുഴുങ്ങി പൊളിച്ചെടുക്കുക. ഓയിലിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന ഈ മുട്ടയൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വലുതായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ സവാളയും കൂടെ ഇട്ട് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇന്ന് ബംഗാളി സ്റ്റൈലിൽ താറാമുട്ട റോസ്റ്റ് ചെയ്തെടുക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാൻ പോകുന്നത്. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, അതിട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. വൃത്തിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മസാല മൂത്തു. അതിനകത്തോട്ട് നമ്മൾ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പൊടിക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അല്പം നേരം ഒന്ന് അടച്ചു വെക്കാം. ആ തക്കാളി ശരിക്കൊന്ന് വെന്ത് വരണം. തക്കാളി നല്ല വൃത്തിയായിട്ട് വെന്തു. ഞാനകത്തോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാനകത്തോട്ട് ഈ മേത്തി ലീഫ് കൈ വെച്ച് ശരിക്കൊന്ന് പൊടിച്ചിട്ട് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന താറാമുട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കും. അടച്ചു വെക്കാം. ഒരു ലെറ്റ്യൂസ് ആ ലീഫ് 1-2 നമുക്ക് ഇനി ഒടിച്ചെടുക്കാം. നമ്മുടെ ബംഗാളി സ്റ്റൈല് താറാമുട്ട റോസ്റ്റ് റെഡിയായി. അത് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് ഇടണം. ഞാൻ ആ മുകളിലോട്ട് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. സ്പൈസി ആയിട്ടുള്ള താറാമുട്ട റോസ്റ്റ്, ബംഗാളി സ്റ്റൈൽ താറാമുട്ട റോസ്റ്റ്. ബംഗാളി സ്റ്റൈൽ താറാമുട്ട റോസ്റ്റ് റെഡി. സ്പൈസി താറാമുട്ട റോസ്റ്റ്, ബംഗാളി സ്റ്റൈൽ താറാമുട്ട റോസ്റ്റ്.